കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി UDF എംപിമാർ കൂടിക്കാഴ്ച നടത്തി. ആശമാരുടെ പ്രശ്നങ്ങൾ എംപിമാർ മന്ത്രിയെ അറിയിച്ചു. ആരോഗ്യമന്ത്രിയുമായി സംസാരിക്കാമെന്ന് ധനമന്ത്രി ഉറപ്പു നൽകി. സജു തോമസും ഷിജോ കുര്യനും ചേരുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആദ്യം ഷിജോ കുര്യനിലേക്ക് പോവുകയാണ്. ഷിജോ, ധനമന്ത്രിയുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച കേൾക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ആശാവർക്കർമാർ. ഒപ്പം തന്നെ പ്രതീക്ഷ കേരളത്തിനുമുണ്ടായിരുന്നു. പക്ഷേ KV തോമസ് പറഞ്ഞത് ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ അവിടെ ഉന്നയിക്കുമെന്നാണ്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. ജീന, തീർത്തും ദൗർഭാഗ്യകരമാണ്. കാരണം ഇക്കഴിഞ്ഞ 31 നാളായിട്ട് കേരളത്തിലുള്ള ആശാ പ്രവർത്തകർ സെക്രട്ടറിയിനിടയിൽ മഴയും വെയിലും ഒക്കെ കൊണ്ട് ഇങ്ങനെ സമരം ഇരിക്കുകയാണ്. അവർ ഓരോ മണിക്കൂറിലും ഓരോ ദിവസവും വലിയ പ്രതീക്ഷയോടുകൂടി അവരെ ചർച്ചയ്ക്ക് വിളിക്കും. അവരുന്നയിക്കുന്ന ആവശ്യങ്ങളോട് സർക്കാർ അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അവർ ഈ സമരമുഖത്ത് ഇരിക്കുന്നത്. പക്ഷേ അവരോട് ഒരു തരത്തിലും കരുണ കാണിക്കാത്ത ചില നിലപാടുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റാവില്ല. കാരണം അവരുന്നയിക്കുന്ന ആവശ്യങ്ങളിൽ ഈ കഴിഞ്ഞിടയ്ക്ക് അവരുടെ സമരം പോലും ന്യായമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പാർലമെന്റിലടക്കം ഇക്കാര്യത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഇടപെടുകയും പിന്നീട് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാമെന്ന് പറയുകയും ചെയ്തത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവർ പറയുന്നത് പോലെ ഇവരുടെ ഓണറേറിയം നിലവിൽ 7,000 രൂപ എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് കൂട്ടി നൽകണം, 10,000 രൂപയ്ക്ക് മുകളിലേക്കാക്കണം, 21,000 രൂപയാക്കണം ഇവരുടെ മാസ ഓണറേറിയം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അത് സംസ്ഥാന സർക്കാരാണ് അംഗീകരിക്കേണ്ടത്. അത് എത്ര കണ്ട് സംസ്ഥാന സർക്കാർ അംഗീകരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. അതിനകത്ത് ഇപ്പോഴും സംസ്ഥാന സർക്കാർ ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് തുക നൽകാത്തത് കൊണ്ടാണ് ഈ വിഷയങ്ങൾ ഇങ്ങനെ അനന്തമായിട്ട് നീട്ടിക്കൊണ്ട് പോകുന്നത് എന്നുള്ള കാര്യമാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. പക്ഷേ ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് നേരിൽ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കാൻ ഒരു അവസരം ലഭിച്ചിട്ട് പോലും മറ്റു പല വിഷയങ്ങൾ, കേരളവുമായി ബന്ധപ്പെട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ കേന്ദ്ര ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും എന്തുകൊണ്ട് ആശാ പ്രവർത്തകരുടെ വിഷയങ്ങൾ കേന്ദ്രമന്ത്രിയുടെ മുമ്പാകെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല എന്നുള്ള ചോദ്യമാണ് ഈ സമരം നടത്തുന്ന ആശാ പ്രവർത്തകർ ചോദിക്കുന്നത്. കാരണം ഇങ്ങനൊരു അവസരം കിട്ടിയിട്ടും കേന്ദ്രത്തിൽ നിന്ന് മേടിക്കാൻ കഴിയുന്ന തുകയെല്ലാം മേടിച്ചെടുക്കാൻ ഇങ്ങനൊരു അവസരം കിട്ടിയിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മൗനം പാലിച്ചു? അത് തീർത്തും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് എന്നുള്ള ഒരു മറുപടിയാണ് ആശാ പ്രവർത്തകർ പറയുന്നത്. എന്തായാലും അവർ ഇപ്പോഴും പറയുന്നത് ഇൻസെന്റീവ് കൂട്ടാമെന്നുള്ള കാര്യം കേന്ദ്രം പറഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ സംബന്ധിച്ചുള്ള കാര്യത്തിനകത്തൊരു തീരുമാനമെടുക്കാത്തൊരു പശ്ചാത്തലത്തിൽ സമരം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. വരും ദിവസങ്ങളിൽ ഇതുവരെ കണ്ടതിനപ്പുറത്തേക്ക് മറ്റു തരത്തിലുള്ള സമരത്തിന്റെ രൂപവും ഭാവവും ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഈ ഗ്രാന്റ് തടഞ്ഞു വെച്ച ഗ്രാന്റിൽ നിന്ന് 1 രൂപ പോലും ഇതുവരെ നൽകിയിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ വിഷയം അവിടെ മുഖ്യമന്ത്രിക്ക് ഉന്നയിക്കാമായിരുന്നല്ലോ. ഇതിപ്പോൾ കേന്ദ്രത്തിന്റെ വാദമാണോ ശരിയെന്നാണോ, അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ജീന, ഇതിനകത്ത് 2 തരത്തിലുണ്ട്. കോ ബ്രാൻഡിങ്ങിന്റെ പേരിൽ കേന്ദ്രത്തിൽ നിന്ന് തടഞ്ഞു വെച്ചതിന്റെ തുക ഇപ്പോഴും നൽകിയിട്ടില്ല. അതായത് ഈ കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിന് കേന്ദ്ര ഫണ്ട് ലഭിക്കുന്ന പലയിടങ്ങളിലും, അതിപ്പോൾ PHCകളാകാം അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളാവാം, ആരോഗ്യവകുപ്പ് നൽകുന്ന സേവനങ്ങളുടെ ഭാഗമാകാം, അതിന് കേന്ദ്ര സഹായമുണ്ട് എങ്കിൽ അതിന് കോ ബ്രാൻഡിങ് നൽകണം. അതിന് കേന്ദ്രത്തിന്റെ പേര് കൂടി ഉൾപ്പെടുത്തണം. അങ്ങനെ നൽകിയാൽ മാത്രമേ ഞങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് പണം നൽകുകയുള്ളൂ എന്നുള്ള നിലപാട് കേന്ദ്രം സ്വീകരിച്ചിരുന്നു. അപ്പോൾ കോ ബ്രാൻഡിങ്ങിന്റെ പേരിൽ കേരളം അത് ചെയ്യാത്തത് കൊണ്ട് കേന്ദ്രം പണം നൽകിയിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കേന്ദ്രം പറയുന്നത് എല്ലാ തുകയും നൽകിയിട്ടുണ്ട്. കേരളം യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ്, ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിന് നൽകിയിട്ടില്ല എന്നുള്ള കാര്യമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ അടക്കം പറഞ്ഞത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള രേഖകൾ മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ വെക്കുകയും ചെയ്തു. അപ്പോൾ കേരളം പറയുന്നതാണോ സത്യം, കേന്ദ്രം പറയുന്നതാണോ സത്യം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വൈരുദ്ധ്യമുണ്ട്. കേന്ദ്രം തരാനുള്ളത് നൽകിയിട്ടില്ല എന്ന് കേരളം കണക്ക് സഹിതം പറയുന്നുണ്ട്, രേഖകൾ സഹിതം കേരളം സമർത്ഥിക്കുന്നുണ്ട്. എന്നാൽ കേന്ദ്ര ആരോഗ്യമന്ത്രി കേരളത്തിന് ഒരു തരത്തിലും ഒരു കുടിശ്ശിക പോലും നൽകാനില്ല എന്നുള്ള കാര്യമാണ് പാർലമെന്റിൽ പറയുന്നത്. സജു തോമസിലേക്ക് കൂടി പോവുകയാണ്. സജു, ഈ വിഷയത്തിൽ ഇപ്പോൾ കേന്ദ്രം പറയുന്നതാണോ അതോ സംസ്ഥാനം പറയുന്നതാണോ സത്യം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സ്ഥിരീകരണം വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇന്നവിടെ പ്രധാനമായും ആശമാർ 1 മാസമായി സമരം നടത്തുന്നു. പക്ഷേ മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും തരത്തിൽ അവിടെ ആവശ്യം ധനമന്ത്രിയോട് ഉന്നയിക്കാമായിരുന്നു. ഒന്നും ഉണ്ടായിട്ടില്ല. പകരം KV തോമസ് മാധ്യമങ്ങളെ പരിഹസിക്കുക കൂടിയാണ് ചെയ്തത്, അല്ലേ? ജിന, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. രാവിലെ ഏകദേശം 1 മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയിൽ ആശാപ്രവർത്തകരുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ KV തോമസോ ഉന്നയിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ UDF എംപിമാർ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. എന്തായാലും 3 മണിയോട് കൂടിയാണ് കൂടിക്കാഴ്ച നടന്നത്. അതിനുശേഷം 5 മണിക്കോ, അതായത് അല്പസമയം കൂടി കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം, എന്തൊക്കെയാണ് ചർച്ചയായത് എന്നുള്ളതിനെ പറ്റിയുള്ള വിശദീകരണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ
ഇപ്പോൾ ധനമന്ത്രി ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉറപ്പ് നൽകിയെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എംപിമാരുടെ പക്കൽ നിന്ന് നമുക്ക് അറിയുവാൻ സാധിക്കുന്ന അത്തരത്തിലാണ്. പ്രധാനമായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശമാരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു നിവേദനം നൽകിയതും അതിന് അനുഭാവപൂർവ്വമായിട്ടുള്ള നടപടിയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പക്കൽ നിന്നും ഉണ്ടായെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം അതിനൊരു വ്യക്തത ഉണ്ടാവും. എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യ ആശമാരുടെ ഏതൊക്കെ പ്രശ്നങ്ങളാണ് ഉന്നയിച്ചത് എന്നുള്ള കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു വിവരണം അല്പസമയത്തിനകം എംപിമാർ തന്നെ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിഷയങ്ങളൊക്കെയും ആരോഗ്യമന്ത്രിയുമായിട്ട് നേരിട്ട് സംസാരിക്കുമെന്ന് ധനമന്ത്രി ഉറപ്പ് നൽകിയെന്നും എംപിമാർ വ്യക്തമാക്കുന്നു. ജീന.